കൂട്ടുകാരെ, ആഫ്റ്റർ ലോങ് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ലോങ്ങിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, ദയവേത് ക്ഷമിക്കുക. എന്തായാലും ഞാൻ വെച്ച് വൈപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പിങ്ക് ഡ്യൂയി നാച്ചുറൽ മേക്കപ്പാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ആകെ 3 പ്രോഡക്റ്റ്സേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും വേണ്ടാത്ത ഒരു കിഡിലൻ മേക്കപ്പാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമേ നിങ്ങൾ മോയ്സ്ചറൈസർ എടുക്കുക. മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ലോഷൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീമി ആണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതെടുത്ത് ആദ്യമേ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഞാൻ എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ മുഖം കുറച്ച് ഡ്രൈ ആണ്. സോ ആദ്യം തന്നെ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയെന്ന് പറയുമ്പോൾ കുറച്ച് എൻ്റെ ഇന്ന് താഴെ പോയി. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ എടുത്ത് മുഖത്ത് തേക്കാവുന്നതാണ്. ആൻഡ് നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുമ്പം അപ്ലൈ ലൈക്ക് പ്രോ എന്നാണല്ലോ. മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യണം. നന്നായിട്ട് മസാജ് ചെയ്ത് വേണം നമ്മൾ മോയ്സ്ചറൈസർ എപ്പോൾ അപ്ലൈ ചെയ്താലും അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഫുള്ള് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് അത് സ്മഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഐബ്രോ കറക്റ്റ് ചെയ്യേണ്ടവരാണെങ്കിൽ ഐബ്രോ കറക്റ്റ് ചെയ്യണം. എനിക്ക് ഇച്ചിരി ഐബ്രോ ഉള്ളതിൻ്റെ അഹങ്കാരത്തിൽ ഞാനത് ചെയ്യുന്നില്ല. ദെൻ ഞാൻ ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ഐ ഷാഡോ ഉള്ളവർക്ക് ഐ ഷാഡോ ചൂസ് ചെയ്യാം. അതല്ല എന്നെ പോലുള്ളവർക്കൊക്കെ ഞാൻ എല്ലാം ഓൾ ഇൻ വൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഞാൻ എൻ്റെ പിങ്ക് ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പിങ്ക് ഡൂയി ആയതുകൊണ്ടാണ് ആ ഒരു പീച്ച് ഷെയ്ഡ് അല്ലെങ്കിൽ പിങ്ക് ഷെയ്ഡ് ചൂസ് ചെയ്തിരിക്കുന്നത്. പിങ്ക് ലിപ്സ്റ്റിക് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ചെറുതായിട്ട് ആ സ്റ്റിക്ക് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ച് ഇതേപോലെ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ദെൻ ഞാൻ ഐലൈനർ എടുക്കുകയാണ്. ഐലൈനർ ഞാൻ വാലിട്ടിട്ട് ടെയിലിൽ മാത്രം ചെറുതായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളും അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. കാരണം നമ്മൾ നോ മേക്കപ്പ് ലുക്ക് രീതിയിലുള്ളൊരു ലൈറ്റ് ഡ്യൂയി മേക്കപ്പാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണേ. അപ്പം അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക 2 സൈഡിലും. വാലിടുമ്പം ഒന്ന് വടക്കോട്ടും ഒന്ന് തെക്കോട്ടും ഇരിക്കാത്ത രീതിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ മാക്സിമം നോക്കുക. ദെൻ ഞാൻ ആ ഐലൈനർ ഉപയോഗിച്ച് തന്നെ എൻ്റെ ഐലാഷും കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൾ ഇൻ വൺ ആണ്. എല്ലാം നമ്മൾ ഒരു പ്രൊഡക്റ്റ് വെച്ച് തന്നെ ചെയ്യും ഗൈസ്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു കൊറിയൻ ലുക്കിന് എൻ്റെ ഐലാഷസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇച്ചിരി കൂടുതലായതിനാൽ തന്നെയും നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അവസാനം ഞാൻ വെയിലത്തൊക്കെ ഇറങ്ങി അത് കാണിച്ചു തരാം. പിന്നെ സെയിം ലിപ്സ്റ്റിക് എടുത്തിട്ട് ഞാനൊരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്ലഷ് ഹാക്ക് എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക്കും മോയ്സ്ചറൈസറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബ്ലഷ് ഹാക്ക് ചെയ്യാൻ പറ്റും, ബ്ലഷായിട്ട് യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ നല്ല റിസൾട്ടാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് അല്ലാണ്ടും യൂസ് ചെയ്യാവുന്നതാണ് ആ ഒരു ഹാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ഞാൻ അതേ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ച് തന്നെ എൻ്റെ ബ്ലഷും ഞാൻ അങ്ങനെ കറക്റ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇത് നേരിട്ടാണ് നല്ല ലുക്കുണ്ട്. പക്ഷേ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ക്യാമറയ്ക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ അത് അത്ര കിട്ടുന്നില്ല ക്ലിയർ ആയിട്ട്. ദെൻ ഞാൻ എൻ്റെ ലിപ് ബാം യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ലിപ് ബാം യൂസ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കാം. ദെൻ ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്യുക. പിങ്ക് ലിപ്സ്റ്റിക്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ പൗഡർ അപ്ലൈ ചെയ്തു കേട്ടോ. നമ്മൾ സാധാരണ ടാൽക്കം പൗഡർ ഒരു കുഞ്ഞ് ലെയർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ റെക്കോർഡ് ചെയ്തത് അറിയാണ്ട് റെക്കോർഡായില്ല, അതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത്. പിന്നീട് പൊട്ട് തൊട്ടു. നിങ്ങൾക്ക് പൊട്ട് ഓപ്ഷണലാണ്, വെക്കുന്നവർക്ക് വെക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ ആ ഒരു ഔട്ട്ഫിറ്റിനനുസരിച്ച് ഞാൻ ഒരു കുഞ്ഞു കുറി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാധാരണ പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് കുഞ്ഞൊരു കുറി കൊടുക്കുന്നുണ്ട്. ദെൻ ഔട്ട്ഫിറ്റ് നല്ലൊരു ലുക്കാണ്. അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റത്തില്ല, ഞാൻ ലാസ്റ്റ് ഫോട്ടോ അതിൻ്റെ ഇട്ടിട്ടുണ്ട്, അമ്മയുടെ ഫോൺ വെച്ചിട്ടെടുത്തത്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ എപ്പോഴും നമ്മൾ പിങ്ക് ഡ്യൂയി മേക്കപ്പ്സ് ചെയ്യുമ്പം അതല്ലെങ്കിൽ ഡ്യൂയി മേക്കപ്പ് ചെയ്യുമ്പം എപ്പോഴും നിങ്ങളൊരു ലൈറ്റായിട്ടുള്ള എന്നാൽ ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ചൂസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഇയറിങ്സിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. ആൻഡ് നല്ലൊരു ഫിനിഷിംഗ് ആണ് ഇതിന്. ഞാൻ പറഞ്ഞില്ലേ ക്യാമറയുടെ ക്ലാരിറ്റി മുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടായിരിക്കും. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കേണ്ടതാണ്. ആൻഡ് വെയിലത്തും ഞാൻ കർട്ടനൊക്കെ മാറ്റിയിട്ട് വെയിലത്തൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്, എന്നിട്ട് പോലും എൻ്റെ ക്ലാരിറ്റി ഇച്ചിരി കുറയാണ്ട് അറിയുന്നില്ല. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിനെക്കാട്ടി നല്ല ലുക്കാണ് നേരിട്ട് കാണാൻ. നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വന്ന് പറയേണ്ടതാണ്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത്, കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലും എന്നെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.